നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ യാത്ര തുടരുന്നത് കൊക്കോ ബീച്ചിലേക്കാണ്. സോ കൊക്കോ ബീച്ചിലോട്ട് പോകുന്ന വഴികളിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടിരുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കേരളം അല്ല എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ഒരു കേരളം എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ഗോവയും ഫീൽ ചെയ്യുന്നത്. ഗൈസ്, നമ്മൾ കൊക്കോ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കൊക്കോ ബീച്ചിൻ്റെ പരിസരം. ടിക്കറ്റ് എടുക്കണം. आंटी हिंदी या हिंदी इंग्लिश नहीं नहीं हिंदी. पानी पानी लेके जा, पानी बट्टल. व्हाट इज दिस? काजू फेणी फेनी फेणी फेणी प्युअर ओरिजिनल ഒറിജിനൽ ओरिजिनल. ഓക്കെ ഓക്കെ. ഇവിടെ എല്ലാ ഷോപ്പുകളിലും ഇതേപോലെ മദ്യവും ബിയറും ഒക്കെ ഉണ്ടാവും. എവിടെ കേരളത്തിൽ കാണാൻ കഴിയാത്തതും ഇവിടെ കാണാൻ കഴിയുന്നതുമായ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് ബിയറെ വിളിച്ചു പോകുന്നത്. അത് ഞങ്ങൾക്കൊരു രസകരമായ അനുഭവമായിട്ട് തോന്നി. पानी पानी बियर 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 बियर. नाम क्या है भैया? कोको बीच. नाम क्या है? कोको बीच. नहीं, व्हाट इज योर नेम? गौतम. गौतम. आंटी नाम क्या है? സുരേഖ. താങ്ക് യു. ഗൈസ്, നമ്മൾ കൊക്കോ ബീച്ചിലാണ്. പൊന്നൂസ് കരയരുത്. ഇവിടെ ഒരുപാട് കച്ചവട ഐറ്റംസ് ഉണ്ട്. ഗോൾഡ് മെഡൽ. ഇത് കൊള്ളാലോ. കൊക്കോ ബീച്ചിലോട്ട് പോകുന്ന വഴികളാണിത്. ഇവിടെ നിറയെ കച്ചവട സാധനങ്ങളാണ്. ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ വാങ്ങാനായിട്ട് അവൈലബിൾ ആണ്. കുറേ നമുക്ക് തെങ്ങിൻ്റെയും പിന്നെ അതേപോലെ പല പല പ്രിൻറ്റഡ് ഷർട്ട്സ്, വളകൾ, മാലകൾ, തൊപ്പികൾ, കൂളിംഗ് ഗ്ലാസ് എന്ന് വേണ്ട ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. കുറച്ചധികം പ്രൈസ് അവർ പറയുമെങ്കിലും നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാൻ പറ്റും. ചെറിയ ചെറിയ കച്ചവടക്കാരാണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ എന്തായാലും ഭയങ്കര രസമാണ് ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കാൻ തോന്നും. കാര്യം ഇവിടെ എല്ലാവരും ഇതേപോലത്തെ ഡ്രസ്സുകളായിരിക്കും യൂസ് ചെയ്യുന്നത് കൂടുതലും. ഇപ്പം നമ്മൾ കൊക്കോ ബീച്ചാണ്, ഇത് കാണുന്ന കൊക്കോ ബീച്ചാണ്. ഇതിനകത്ത് പോയിട്ട് നമ്മൾ ഡോൾഫിനെ കാണാൻ പോവുകയാണ്. ഡോൾഫിനെ കാണൂലെന്ന് മാത്രമേ അതിൻ്റെ ഉള്ളിലുണ്ടാവും ജാക്കറ്റ്. ഇതൊരു ബ്ലാക്ക് സാൻഡ് ആണ് കേട്ടോ. ഇവിടെ നോക്ക്, കരിമണല. അപ്പം നമ്മളിതാ വെള്ളത്തിൽ കൂടെ നടന്ന് നമ്മളിങ്ങനെ നടന്ന് ഏതില്ല. സോ കൊക്കോ ബീച്ചിലൂടെയുള്ളൊരു ബോട്ട് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഒരുപാട് ഡോൾഫിനെ ഒന്നും കാണാൻ പറ്റില്ല, ചെറുതായിട്ടൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഇത് ഡ്രൈവ് ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ബീച്ചിലൊക്കെയാണ് പോകുന്നതെന്നുള്ളത് കണ്ടല്ലേ. എവിടെയോ ഒരിടം കണ്ടത്. കടലിലെ ഓളങ്ങളിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര വളരെ വ്യത്യസ്തമായിരുന്നു. ഡോൾഫിന് കണ്ടു എന്ന് ചോദിച്ചാൽ കണ്ടു, പക്ഷെ ഒരുപാട് ഉയരത്തിലൊന്നും അതിങ്ങനെ പൊങ്ങി വരാറില്ല. ചെറുതായിട്ടൊന്നും അവിടെ ഇവിടെയൊക്കെ അത് പൊങ്ങും. അതാണ് ശരിക്കും ഡോൾഫിനെ കാണുന്നത് കൊക്കോ ബീച്ചിൽ. കൊക്കോ ബീച്ചിലൂടെയുള്ള ഒരു ബോട്ട് റൈഡ് അവർ കോസ്റ്റ് പെർ ഹെഡ് എത്രയാണെന്ന് വെച്ചാൽ 350 റുപ്പീസാണ്. ഏകദേശം 45 മിനിറ്റ്സ് ആണ് നമുക്ക് ഈ റൈഡ് പറഞ്ഞിരിക്കുന്നത്.
ഒരു ബോട്ടിനകത്ത് അത്യാവശ്യം ഒരു 10-12 ആൾക്കാരോളം കാണും. അവരെയും കൊണ്ട് അവർ ഒരു 45 മിനിറ്റ്സ് ആ കടൽ മൊത്തം ഇങ്ങനെ ചുറ്റും. എന്നിട്ട് അതിൻ്റെ കുറേ ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് ഡോൾഫിനെ കാണാം. ഒരു ബോട്ടല്ല, നിരവധി ബോട്ടുകൾ വരും. അപ്പം ഈ ഒരു ഡോൾഫിനെ കണ്ടു കഴിയുമ്പം എല്ലാ ബോട്ടും കൂടി ഇങ്ങനെ ചുറ്റിക്കൂടി ഒരുമിച്ച് നിന്ന് അതിനെ വട്ടം ചുറ്റിയിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ചുറ്റുമുള്ള വേറെ വ്യത്യസ്തമായ പല കാഴ്ചകളും നമുക്ക് കാണാം. ഇതേപോലെയുള്ള ഒരു ചെറിയ ഐലൻഡ് പോലത്തെ ഒരു കുന്ന് കാണാം. പിന്നെ അതേപോലെ മുന്നോട്ട് പോകുമ്പം നമുക്ക് ഒരു പാലസ്, ഫേമസ് ആയിട്ടുള്ളൊരു മില്ലിനിയർ പാലസ് കാണാം. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ജയിൽ കാണാം. പിന്നെ മ്യൂസിയം കാണാം, അഗോഡ ഫോർട്ട് കാണാം. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബീച്ച്, ഒരു കൊക്കോ ബീച്ചിലൂടെയുള്ള ഒരു യാത്രയാണ് ഇവർ ഈ പാക്കേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡോൾഫിനെ കണ്ടില്ലെങ്കിൽ കൂടി വളരെ രസകരമായ ഒരു ബീച്ചിലൂടെ, ഒരു കടലിലൂടെയുള്ള ഒരു യാത്രയാണ് നമുക്ക് കൊക്കോ ബീച്ചിലെ ബോട്ട് റൈഡിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്നത്. ഭയങ്കര രസമായിരുന്നു വള്ളങ്ങളിലൂടെയൊക്കെ ഉള്ള ഈ ബോട്ട് റൈഡ്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ആ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബോട്ടുകളുണ്ട്. അത് ഇങ്ങനെയാണ് നമ്മൾ ഡോൾഫിനെ കാണുന്നത്. ജസ്റ്റ് ഇങ്ങനെ പൊന്തി വരും, അത്രേ അത് അങ്ങനെ കാണാറുള്ളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഡോൾഫിനെ കാണാം. പിന്നെ കുറേ കാഴ്ചകൾ കാണാം. പിന്നെ ഇങ്ങനെ പോകുന്ന ആ ഓളങ്ങളിലൂടെയൊക്കെ ഉള്ളൊരു പോകുന്ന പിന്നെ ബോട്ട് റൈഡ് എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ഇത് കുറച്ചും കൂടെയൊക്കെ ഒരു ഹിന്ദി അറിഞ്ഞാണെങ്കിൽ നമുക്ക് അവരോടത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെയൊക്കെ തോന്നിയത് ഇങ്ങനെയാണ് നമ്മൾ ഡോൾഫിനെ കാണുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊന്തി വരും. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡോൾഫിനുകളെ കാണാൻ കഴിയുന്നതാണ്. എനിക്കറിയത്തില്ല എന്റെ പൊന്നു മോളെ. അപ്പൊ ഞങ്ങൾ ഡോൾഫിനെ കണ്ടു. ഒക്കെ പോകുന്നതിന് ഇത്രയും ബോട്ടാണ് ഇങ്ങനെ ഡോൾഫിനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും കൂടി ഇങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടാണ് കടലിലൂടെ ഈ യാത്ര നടക്കുന്നത്. കാര്യം ഇവർ കുറേ കാര്യങ്ങൾ നമുക്ക് ഹിന്ദിയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഹിന്ദി അറിയാവുന്നവർ അവരുടേതായ രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളോട് പറഞ്ഞു തരും. അപ്പം നമ്മളിങ്ങനെ ഓരോരോ കമൻറ്റുകൾ പാസ്സാക്കും. അങ്ങനെ ചിരിച്ചിട്ടാണ് എല്ലാവരും ഇതിലൂടെ ഈ ഒരു യാത്ര ആസ്വദിച്ചത്. ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഡോൾഫിനെ കണ്ടു. ഒരുപാട് പൊങ്ങിയൊന്നും വരുന്നില്ല, എന്നാലും ചെറുതായിട്ടത് പൊങ്ങി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കടലിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര ഭയങ്കര രസമാണ്, അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഡോൾഫിനെ കാണാനാണ് ഞങ്ങൾ വന്നത്. ഡോൾഫിനെ കണ്ടു, പക്ഷെ അത് ഒരുപാട് പൊങ്ങി വന്നില്ല. എങ്കിൽ പോലും നമുക്ക് ഈ കടലിലൂടെ ഒരു യാത്ര വളരെ രസകരമായ അനുഭവമാണ്. ആ കാണുന്ന വ്യൂ, മലയുടെ കുന്നിൻ്റെയൊക്കെ വ്യൂ ഭയങ്കര രസമാണ്. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആണ്, കൊള്ളാം. ഇതിലൂടെ പോകുന്ന ഒരു കാഴ്ച അതിഗംഭീരമാണ്. കല്ലുകൾക്ക് സാധാരണ പാറക്കൂട്ടങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇവിടെ കല്ലാണ് ഇങ്ങനെ കടലിന്റെ തീരത്ത് ഇങ്ങനെ അടുക്കി. ഇത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഇതിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് ഫോട്ടോസ്, മനോഹരമായ ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്കൊരു മെമ്മറബിൾ ക്ലിപ്സ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടായിട്ടാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു.
നമുക്ക് അങ്ങ് അകലെയായിട്ട് കാണാൻ കഴിയുന്ന ഒരു ഡയമണ്ട് മെർച്ചൻറ്റിൻ്റെ ബംഗ്ലാവുമാണ്. ഏകദേശം 30 വർഷത്തോളം പഴക്കമുണ്ട്. കുറേയധികം ഹിറ്റ് ഹിന്ദി മൂവീസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന മില്ലിനിയർ പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പാഴ്സി ബിസിനസ്മാൻ്റെയാണ്. പുള്ളിയുടെ ഒരു ഹോളിഡേ ഹോമാണ്. ഇവിടെ പാർട്ടീസും എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെയാണ് നടക്കുന്നത്. കുറേ ഹിറ്റ് ഹിന്ദി മൂവീസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കടലിൻ്റെ കൊക്കോ ബീച്ചിൻ്റെ നടുക്കെത്തിയപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സെൻട്രൽ ജയിലായിരുന്നു. ഫ്രീഡം ഫൈറ്റേഴ്സിനെയൊക്കെ ഇംപ്രസൺ ചെയ്ത ജയിലാണ്. ഇപ്പോൾ ഇത് അടച്ചിട്ടേക്കാണ്, റിനോവേഷൻ നടക്കുകയാണ്. ഉടനെ തന്നെ ഇതൊരു മ്യൂസിയമായിട്ട് ഇവർ കൺവേർട്ട് ചെയ്യും. ഇതിലൂടെയുള്ളൊരു യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സംഭവമാണ് അഗോഡ ഫോർട്ട്. അവിടുത്തെ ലൈറ്റ് ഹൗസുകളും മറ്റുമാണ് കാണാൻ കഴിയുന്നത്. അടുത്ത് നമ്മുടെ കൊക്കോ ബീച്ചിലൂടെ യാത്രയ്ക്ക് ശേഷം നമ്മളിനി ഊണ് കഴിക്കാൻ കയറുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഊണും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ കയറിയത് നമ്മളെ പാക്കേജിനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ നമ്മളൊരു മലയാളി ഹോട്ടലിലാണ് സമീർ കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രീ പ്രസാദ് എന്നോ മറ്റോ ആണ് പേര്. അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഷ് താലിയാണ് ഓർഡർ ചെയ്തത്. ഇത് ഫിഷ് താലിയാണ്. റവ ഫ്രൈ ചെയ്ത ഫിഷും പിന്നെ ഒരു പിക്കിളുണ്ട്, ഒരു സാലഡുണ്ട്, ബീൻസ് അച്ചാറ്, ഒരു കറി, പിന്നെ ഇതൊരു വൈനാണ്. ഇവിടുത്തെ സ്പെഷ്യൽ വൈനാണ്. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് ഓർഡർ ചെയ്തത്. ഇനിയിപ്പോൾ ചിക്കൻ കൊഞ്ച് ഫ്രൈയും കൂടെ വരാനുണ്ട്. റവ ഫ്രൈ ഫ്രഞ്ച് ഫ്രൈസ് അതല്ല ഞാൻ കാണിക്കേണ്ടത് പറഞ്ഞതാണ്. നല്ല ചൂടുണ്ട്. എല്ലാവരും ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ പുറം സൈഡ്. ഇതാണ് ലൊക്കേഷൻ. സായി പ്രസാദ് വെജ് ആൻഡ് നോൺ വെജ് ഫാമിലി റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത റൂമിലോട്ട് പോയി ഒന്ന് ഫ്രഷപ്പ് ചെയ്തിട്ടായിരിക്കും ഇനി അടുത്ത സ്ഥലത്ത് പോകുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.